ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അമൽനാഥ് പാടിച്ചാൽ അതിൻ്റെ വിവരങ്ങൾ നൽകുന്നു. ആരൊക്കെയാണ് ടീമിലെ ക്യാപ്റ്റൻ, 2020 ക്യാപ്റ്റൻ, ഏകദിന ക്യാപ്റ്റൻ, 2020 ടീമിൽ സഞ്ജു സാംസൺ ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്തായിരിക്കും പ്ലേസ്മെൻറ്റ്? പറഞ്ഞോളൂ. ജൂലൈ 27 ആരംഭിക്കുന്ന ഇന്ത്യ ശ്രീലങ്ക പര്യടനത്തിലുള്ള ടീമിനെയാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 2020 3 ഏകദിന മത്സരങ്ങളാണ് ഉള്ളത്. അതിൽ 2 ഫോർമാറ്റുകളിലേക്കുമുള്ള ടീമിനെയാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഏകദിന ടീമിൻ്റെ ക്യാപ്റ്റനായി രോഹിത് ശർമ്മ തന്നെ തുടരും. അതേസമയം തന്നെ 2020 ടീമിൻ്റെ ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവ് എത്തും. 2 ഫോർമാറ്റുകളിലും മികച്ച ഒരു ടീമിനെ തന്നെയാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗില്ല് തന്നെയാകും 2 ഫോർമാറ്റുകളിലും വൈസ് ക്യാപ്റ്റൻ. അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് നിലവിൽ നടത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സഞ്ജു സാംസണെ 2020 ടീമിലാണ് നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏകദിന ടീമിലേക്ക് സഞ്ജു സാംസണെ പരിഗണിച്ചിട്ടില്ല. പ്രധാനമായും ഏകദിന ടീമിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതായത് ബാറ്റർമാർക്കും ബോളർമാർക്കും പുറമെ ഓൾറൗണ്ടേഴ്സിനെ കൂടുതലായി പരിഗണിച്ചിട്ടുണ്ട്. അതാണ് ഇത്തരത്തിൽ സഞ്ജു സാംസണെ ഏകദിന ടീമിലേക്ക് ഉൾപ്പെടുത്താതിരുന്നതിനുള്ള പ്രധാന കാരണമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഏകദിന മത്സരത്തിൽ സെഞ്ചുറി അടക്കം നേടിയിട്ടും ഇത്തരത്തിൽ അദ്ദേഹത്തെ ഈ പരിഗണിക്കാതിരുന്നത് ആരാധകർക്ക് പരിഭവമുണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ സഞ്ജുവിൻ്റെ പ്രകടനം 2020 അടുത്ത കാലത്തെ പ്രകടനം മികച്ചതിനാൽ തന്നെയാണ് അദ്ദേഹത്തെ 2020 ടീമിലേക്ക് നിലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ റയാൻ പരാഗ്, ശ്രേയസ് അയ്യർ എന്നിവരെയും നിലവിൽ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റയാൻ പരാഗിനെ 2 ഫോർമാറ്റുകളിലേക്കും നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജൂലൈ 27 ഈ പരമ്പരയിലെ ആദ്യ 2020 മത്സരം നടക്കുക. ശരി, എന്തായാലും ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിട്ട് ഇനി ഇന്ത്യ ശ്രീലങ്ക മത്സരങ്ങൾ കൂടി കണ്ട് അവരുടെ സമയം ഉപയോഗിക്കാം. വളരെ അധികം പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻ്റ് ആവും അത് എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ.